2006 ഫെബ്രുവരി 10 കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്തുള്ള ഏറം എന്ന സ്ഥലത്തെ ഒരു ചെറിയ വാടക വീട്. അന്നേ ദിവസം രാവിലെ ആ വീട്ടിൽ നിന്നും ഒരു ആവശ്യത്തിനായി പുറത്തുപോയ ശാന്തമ്മ എന്ന അമ്മ ഉച്ചയോടെ തിരികെ വരുമ്പോൾ കണ്ടത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ചോരയുറയുന്ന ഒരു കാഴ്ചയായിരുന്നു. തന്റെ മകൾ 24 വയസ്സുകാരിയായ രഞ്ജിനിയും വെറും 17 ദിവസം മാത്രം പ്രായമുള്ള അവളുടെ 2 പിഞ്ചു ഇരട്ടക്കുഞ്ഞുങ്ങളും വീടിനുള്ളിൽ കഴുത്തറുക്കപ്പെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. യാതൊരു ദയയുമില്ലാതെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇല്ലാതാക്കിയ ആ കൊടും ക്രൂരന്മാർ അവിടെ നിന്നും അപ്രത്യക്ഷരായിരുന്നു. പോലീസ് അവിടെ എത്തുമ്പോൾ കൊലയാളികളെ കുറിച്ച് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ വീടിനുള്ളിൽ നിന്നും പോലീസിന് ചോര പുരണ്ട ഒരു പഴയ ബൈക്കിന്റെ RC ബുക്ക് ലഭിച്ചു. ആ ഒരൊറ്റ തെളിവിലൂടെ പോലീസ് ആ കൊലയാളികളെ തിരിച്ചറിഞ്ഞെങ്കിലും നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് അവർ രാജ്യത്തിന്റെ മറ്റൊരു കോണിലേക്ക് അതിവിദഗ്ധമായി മുങ്ങി. തങ്ങളെ ഇനി ആർക്കും പിടിക്കാൻ കഴിയില്ലെന്ന അഹങ്കാരത്തിൽ പേരും വിലാസവും മാറ്റി അവർ പുതിയൊരു ജീവിതം തുടങ്ങി. 19 വർഷങ്ങൾ കടന്നുപോയി. രഞ്ജിനിക്കും കുഞ്ഞുങ്ങൾക്കും ഇനി ഒരിക്കലും നീതി ലഭിക്കില്ലെന്ന് എല്ലാവരും കരുതി. എന്നാൽ 2025 ആ പഴയ കേസ് ഫയലുകളിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്ന ആധുനിക സാങ്കേതിക വിദ്യയുമായി പോലീസ് വീണ്ടും കടന്നുവന്നു. ജനറേറ്റീവ് AIയും ഡീപ് ലേണിംഗ് അൽഗോരിതങ്ങളും ഉപയോഗിച്ച് 19 വർഷത്തെ ആ ഒളിച്ചുകളിക്ക് ഫേസ്ബുക്കിലെ ഒരു കല്യാണ ഫോട്ടോയിലൂടെ AI എങ്ങനെയാണ് ക്ലൈമാക്സ് കുറിച്ചത്? സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ ഒരു അച്ഛൻ തന്നെ സുഹൃത്തിനെ വാടകയ്ക്കെടുത്ത ആ പൈശാചികമായ അഞ്ചൽ ട്രിപ്പിൾ മർഡറിന്റെ യഥാർത്ഥ നാൾവഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. വെൽക്കം ബാക്ക് ടു 3 Shades സ്റ്റോറീസ്. അഞ്ചൽ അലയമൺ സ്വദേശിനിയായ രഞ്ജിനി എന്ന യുവതിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു ദിവിൽ കുമാർ എന്ന യുവാവുമായുള്ള അടുപ്പം. പഞ്ചാബിലെ പത്താൻകോട്ടിൽ ഇന്ത്യൻ ആർമിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു ദിവിൽ കുമാർ. അവരൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെങ്കിലും രഞ്ജിനി ഗർഭിണിയായതോടെ ദിവിൽ കുമാറിന്റെ തനിനിറം പുറത്തു വന്നു. തനിക്ക് ഈ കുട്ടികളെ വേണ്ടെന്നും ഈ ബന്ധം ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണെന്നും അവൻ രഞ്ജിനിയെ അറിയിച്ചു. നാട്ടിൽ തന്റെ ഇമേജ് തകരുമെന്നും തന്റെ ജോലിയെ ഇത് ബാധിക്കുമെന്നും അവൻ ഭയന്നു. എന്നാൽ രഞ്ജിനി പിന്മാറാൻ തയ്യാറായിരുന്നില്ല. തനിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സംസ്ഥാന വനിതാ കമ്മീഷനെ സമീപിച്ചു. പരാതി സ്വീകരിച്ച വനിതാ കമ്മീഷൻ ദിവിൽ കുമാറിന് നോട്ടീസ് അയച്ചു. ജനിക്കാൻ പോകുന്ന കുട്ടികളുടെ പിതൃത്വം തെളിയിക്കാൻ വേണ്ടി ദിവിൽ കുമാർ ഒരു DNA ടെസ്റ്റിന് വിധേയമാകണം എന്നായിരുന്നു കമ്മീഷന്റെ കർശനമായ ഉത്തരവ്. ആ ഉത്തരവ് അവനെ വലിയൊരു ഭയത്തിലാഴ്ത്തി. DNA ടെസ്റ്റ് നടന്ന് ഈ കുട്ടികളുടെ അച്ഛൻ താനാണെന്ന് തെളിഞ്ഞാൽ പിന്നെ തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. തന്റെ ജോലിയെയും ഭാവിയിലെ മറ്റൊരു വിവാഹത്തെയും ഒക്കെ അത് സാരമായി ബാധിക്കും. അവിടെ വെച്ചാണ് ഒരു കൊടും ക്രിമിനലിന്റെ തലച്ചോറോടെ ദിവിൽ കുമാർ ചിന്തിച്ചു തുടങ്ങിയത്. ആ പിഞ്ചു കുഞ്ഞുങ്ങളും അവരുടെ അമ്മയും തനിക്കൊരു ഭാരമാണെങ്കിൽ ആ ഭാരത്തെയും ആ DNA തെളിവിനെയും എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും മായ്ച്ചു കളയാൻ അവൻ തീരുമാനിച്ചു. എന്നാൽ അവൻ നേരിട്ട് നാട്ടിൽ വന്ന് ഈ കൊലപാതകം ചെയ്താൽ എളുപ്പത്തിൽ പിടിക്കപ്പെടുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് കൊലപാതകം നടക്കുന്ന സമയത്ത് താൻ പത്താൻകോട്ടിലെ പട്ടാള ക്യാമ്പിൽ ഡ്യൂട്ടിയിലാണെന്ന് വരുത്തി തീർക്കാൻ അവനൊരു പദ്ധതി തയ്യാറാക്കി. തനിക്ക് പകരം ആ കൊലപാതകം ചെയ്യാൻ അവൻ തന്റെ ക്യാമ്പിലെ തന്നെ അടുത്ത സുഹൃത്തായ രാജേഷ് എന്നൊരാളെ ഏർപ്പാടാക്കി. പണവും മറ്റ് സഹായങ്ങളും നൽകാമെന്നേറ്റതോടെ രാജേഷ് ആ ദൗത്യം ഏറ്റെടുത്തു. 2006 ജനുവരി 24 തിരുവനന്തപുരത്തെ SIT ആശുപത്രിയിൽ വെച്ച് രഞ്ജിനി 2 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. രഞ്ജിനിയും അമ്മ ശാന്തമ്മയും ആശുപത്രിയിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു പരിചയവുമില്ലാത്ത രാജേഷ് അവിടെ എത്തി. തന്റെ പേര് അനിലെന്നാണെന്നും തന്റെ ഒരു ബന്ധുവും ഡെലിവറിക്കായി ഇവിടെ അഡ്മിറ്റ് ആണെന്നും പറഞ്ഞ് അവൻ വളരെ തന്ത്രപരമായി അവരുമായി സൗഹൃദം സ്ഥാപിച്ചു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ സമയത്ത് രാജേഷും അവർക്കൊപ്പം കൂടി. നാട്ടുകാരുടെ അപവാദങ്ങൾ ഭയന്ന് അഞ്ചലിലെ ഏറം എന്ന സ്ഥലത്തേക്ക് ഒരു വാടക വീട്ടിലേക്കാണ് രഞ്ജിനിയും അമ്മയും കുഞ്ഞുങ്ങളും താമസം മാറിയത്. ഇടയ്ക്കിടെ അനിൽ എന്ന വ്യാജപ്പേരിൽ രാജേഷ് അവിടെ വരികയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ പൂർണ്ണ വിശ്വാസം പിടിച്ചുപറ്റുകയും ചെയ്തു. എന്നാൽ ആ സഹായങ്ങൾക്ക് പിന്നിൽ 17 ദിവസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞുങ്ങളെയും രഞ്ജിനിയെയും കൊല്ലാനുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് അവർ സ്വപ്നങ്ങളിൽ പോലും കരുതിയില്ല. അങ്ങനെ 2006 ഫെബ്രുവരി 10 വന്നെത്തി. ആ ഇരട്ടക്കുഞ്ഞുങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ശരിയാക്കുന്നതിന് വേണ്ടി രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മയ്ക്ക് അന്ന് രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ടതുണ്ടായിരുന്നു. യാതൊരു കരുണയുമില്ലാതെ അവർ രഞ്ജിനിയുടെയും ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും കഴുത്തറുത്തു. ആ കൊടും ക്രൂരതയ്ക്ക് ശേഷം ആരും അറിയാതെ അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു.
ഉച്ചയ്ക്ക് തിരികെ വന്ന ശാന്തമ്മ കണ്ടത് തന്റെ മകളും കൊച്ചുമക്കളും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ്. ആ അമ്മയുടെ നിലവിളി കേട്ടാണ് നാട് ആ വലിയ കൊലപാതകത്തെക്കുറിച്ച് അറിയുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട്ടിൽ നിന്നും അവർക്ക് രക്തം പുരണ്ട ഒരു ബൈക്കിന്റെ RC ബുക്ക് ലഭിച്ചിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം തിരുവനന്തപുരത്തെ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് എത്തിയത്. ആ ബൈക്ക് ഉപയോഗിച്ചിരുന്നത് ദിവിൽ കുമാർ ആണെന്നും അവനൊപ്പം ATM ഉപയോഗിച്ച മറ്റൊരു സുഹൃത്ത് ഉണ്ടായിരുന്നുവെന്നും പോലീസിന് മനസ്സിലായി. അങ്ങനെ അന്വേഷണം പത്താൻകോട്ടിലെ പട്ടാള ക്യാമ്പിലേക്ക് നീണ്ടു. എന്നാൽ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ദിവിൽ കുമാറും രാജേഷും അവിടെ നിന്നും അതിസമർത്ഥമായി മുങ്ങിയിരുന്നു. 2006 മാർച്ചിൽ ഇന്ത്യൻ ആർമി ഇരുവരെയും ഔദ്യോഗികമായി സേനയിൽ നിന്നും ഒളിച്ചോടിയവരായി പ്രഖ്യാപിച്ചു. പിന്നീട് അങ്ങോട്ട് നീണ്ട 19 വർഷത്തെ ഒളിച്ചുകളിയായിരുന്നു. കേരള പോലീസും പിന്നീട് കേസ് ഏറ്റെടുത്ത CBIയും ഇന്ത്യ മുഴുവൻ അവരെ തിരഞ്ഞെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ദിവിൽ കുമാറും രാജേഷും ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് കടന്നുവെന്ന് പോലും അന്വേഷണ ഏജൻസികൾ സംശയിച്ചു. എന്നാൽ സത്യം അതായിരുന്നില്ല. അവർ ഇന്ത്യയിൽ തന്നെയുണ്ടായിരുന്നു. തമിഴ്നാടിനടുത്തുള്ള പോണ്ടിച്ചേരിയിൽ. തങ്ങളുടെ പേരുകൾ മാറ്റി ദിവിൽ കുമാർ വിഷ്ണു എന്നും രാജേഷ് പ്രവീൺ എന്നും പുതിയ ഐഡന്റിറ്റി ഉണ്ടാക്കി. അവിടെ അവർ സ്വന്തമായി ഒരു ഇന്റീരിയർ ഡിസൈനിങ് ബിസിനസ് ആരംഭിച്ചു. അവിടെ നിന്നും വിവാഹം കഴിച്ച് കുട്ടികളുമായി യാതൊരു സംശയവുമില്ലാത്ത വിധം വളരെ മാന്യന്മാരായി ഒരു സാധാരണ കുടുംബജീവിതം അവർ നയിച്ചു വരികയായിരുന്നു. തങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരാണെന്നും ഇനി ഒരിക്കലും പോലീസ് തങ്ങളെ പിടിക്കുകയില്ലെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. വർഷങ്ങൾ കടന്നുപോയി. രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ തന്റെ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഒരുപാട് ഓഫീസുകൾ കയറിയിറങ്ങി. അങ്ങനെ ഇരിക്കെയാണ് കേരള പോലീസിന്റെ ടെക്നിക്കൽ ഇന്റലിജൻസ് വിംഗ് ഈ കേസ് വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത്. ഇത്തവണ അവർ ഉപയോഗിച്ചത് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ആയുധങ്ങളായിരുന്നു. പഴയ കേസ് ഫയലുകളിൽ പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നത് ദിവിൽ കുമാറിന്റെയും രാജേഷിന്റെയും 19 വർഷം മുൻപുള്ള വളരെ പഴയ ഫോട്ടോകൾ മാത്രമായിരുന്നു. അവിടെ പോലീസ് ആദ്യത്തെ വിദ്യ പ്രയോഗിച്ചു, AI ഏജ് പ്രോഗ്രഷൻ. ഒരു വ്യക്തി പ്രായമാകുമ്പോൾ അവരുടെ മുഖത്ത് എന്ത് മാറ്റങ്ങൾ വരുമെന്ന് ശാസ്ത്രീയമായി കണക്കുകൂട്ടി പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത്. ജനറേറ്റീവ് AI ഉപയോഗിച്ച് ആ 19 വർഷത്തെ മാറ്റങ്ങൾ, മുഖത്തെ ചുളിവുകൾ, കണ്ണിന് താഴെയുള്ള പാടുകൾ, താടി, മുടിയിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി സമന്വയിപ്പിച്ച് ഇന്നത്തെ കാലത്ത് അവർക്ക് എന്ത് രൂപമായിരിക്കുമെന്ന് പോലീസ് കമ്പ്യൂട്ടറിൽ വരച്ചെടുത്തു. രണ്ടാമത്തെ ഘട്ടമായിരുന്നു ഏറ്റവും നിർണായകമായത്, ഫേഷ്യൽ റെക്കഗ്നിഷൻ. AI നിർമ്മിച്ച ഈ പുതിയ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഡീപ് ലേണിംഗ് അൽഗോരിതങ്ങളുടെ സഹായത്തോടെ സോഷ്യൽ മീഡിയയിലുടനീളം ഒരു വലിയ ഡിജിറ്റൽ തിരച്ചിൽ നടത്തി. കോടിക്കണക്കിന് ആളുകളുടെ ഫോട്ടോകളിൽ നിന്ന് പ്രതികളുടെ മുഖഛായയുള്ള പ്രൊഫൈലുകൾ AI തരംതിരിച്ചു തുടങ്ങി. അങ്ങനെ രാപ്പകലില്ലാതെ നടന്ന സ്കാനിങ്ങിനൊടുവിൽ ആ വലിയ ബ്രേക്ക് ത്രൂ സംഭവിച്ചു. ഫേസ്ബുക്കിൽ അടുത്തിടെ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒരു കല്യാണ ഫോട്ടോയിലെ ഒരാളുടെ മുഖം രാജേഷിന്റെ AI ചിത്രവുമായി 90% മാച്ച് ആകുന്നുവെന്ന് കമ്പ്യൂട്ടർ കണ്ടെത്തി. ആ ഫേസ്ബുക്ക് പ്രൊഫൈൽ കേന്ദ്രീകരിച്ച് സൈബർ പോലീസ് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് പോണ്ടിച്ചേരിയിലായിരുന്നു. പ്രവീൺ എന്ന പേരിൽ അവിടെ ജീവിക്കുന്നത് സാക്ഷാൽ രാജേഷ് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു. രാജേഷിലൂടെ ദിവിൽ കുമാറും പോണ്ടിച്ചേരിയിൽ തന്നെയുണ്ടെന്ന് മനസ്സിലാക്കി. പഴയ ഫോട്ടോയെ പുതിയ രൂപത്തിലേക്ക് മാറ്റാൻ ജനറേറ്റീവ് AIയും ആ രൂപം ഇന്റർനെറ്റിൽ തിരഞ്ഞുപിടിക്കാൻ ഡീപ് ലേണിംഗ് അൽഗോരിതങ്ങളും പോലീസിന് നൽകിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു. ഈ നിർണായക വിവരങ്ങൾ കേരള പോലീസ് CBIക്ക് കൈമാറി. 2025 ജനുവരിയിൽ പോണ്ടിച്ചേരിയിലെ അവരുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് CBI ഉദ്യോഗസ്ഥർ ഇടിച്ചുകയറി. തങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നത് നിയമത്തിന്റെ കരങ്ങളാണെന്ന് കണ്ടപ്പോൾ 19 വർഷമായി അവർ കെട്ടിപ്പടുത്ത ആ വ്യാജ ജീവിതം തകർന്നടിഞ്ഞു. CBI അവരെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ 1/4 നൂറ്റാണ്ടുകളോളമായി നീതിക്ക് വേണ്ടി കാത്തിരുന്ന ശാന്തമ്മ എന്ന അമ്മയുടെ കണ്ണീരിനൊടുവിൽ ഫലമുണ്ടായി. വെറും 17 ദിവസം മാത്രം ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ കൊടും ക്രൂരന്മാർക്ക് നിയമം അർഹമായ ശിക്ഷ തന്നെ ഉറപ്പാക്കി. ഒരു കാലത്ത് കുറ്റവാളികൾക്ക് എളുപ്പത്തിൽ രൂപം മാറ്റി എവിടെ വേണമെങ്കിലും ഒളിച്ചു ജീവിക്കാമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ്, അതായത് ഇന്റർനെറ്റിലെ നിങ്ങളുടെ ഒരു ചെറിയ ഫോട്ടോ മതി നിങ്ങൾ എവിടെയാണെന്ന് AIയുടെ സഹായത്തോടെ കണ്ടുപിടിക്കാൻ. ടെക്നോളജി വളരുന്നതിനനുസരിച്ച് കുറ്റവാളികൾക്ക് ഇനി ഒളിക്കാൻ ഒരിടവും ബാക്കിയുണ്ടാകില്ല എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. സ്വന്തം ചോരയിൽ പിറന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു DNA ടെസ്റ്റ് ഭയന്ന് കൊലപ്പെടുത്തിയ ആ അച്ഛന്റെ ക്രൂരതയെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? AI പോലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മുടെ പോലീസിന്റെ അന്വേഷണ രീതികളെ എത്രത്തോളം മാറ്റുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ആവേശകരമായ യഥാർത്ഥ ക്രൈം സ്റ്റോറികൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് us.